ക്ലാസ്മേറ്റ്സ് ആണ്. വയസ്സുകൊണ്ടല്ലെങ്കിലും കുട്ടി ഒത്തിരി ജൂനിയർ ആട്ടോ. ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു ആക്ച്വലി. വൺസ് അപ്പോൺ എ ടൈം. അന്ന് കുഞ്ഞായിരുന്നു, ഭയങ്കര വികൃതിയായിരുന്നു. സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയ romantic dance drama with a lot of spice in it and a lot of excitement in it. നമസ്കാരം, എല്ലാവർക്കും ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു പ്രത്യേക വിശേഷം പറയാനാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ സെൻറ്റ് തെരേസസ് കോളേജിൽ എൻ്റെ ഭരതനാട്യം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ്. 2 വർഷത്തോളം ഞാൻ സെൻറ്റ് തെരേസസിലെ ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നു ഫാക്കൽറ്റി ആയിട്ട്. അപ്പം സെൻറ്റ് തെരേസസ് കോളേജ് 100 വർഷം പൂർത്തിയാക്കുകയാണ്. അതെ, സെൻറ്റിനറി സെലിബ്രേഷനാണ്. അപ്പോൾ നമ്മളുടെ അലുമിനി അസോസിയേഷനായ ആസ്ഥ നമ്മൾക്ക് എന്താ പറയുക, ഒരു നോവൽ ഐഡിയയുമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 50ഓളം കലാകാരികൾ ഒന്നിക്കുന്ന ഹംസധ്വനി എന്ന് പറഞ്ഞ പ്രൊഡക്ഷനാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഹംസധ്വനിയെ പറ്റി പറയുകയാണെങ്കിൽ സ്വാൻ ലേക്ക് എന്ന് പറഞ്ഞ ഒരു റഷ്യൻ ബാലയുടെ ഒരു ഡാൻസ് അഡാപ്റ്റേഷനാണ് ഹംസധ്വനി. ഇതിൽ ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥിനികളായിട്ടുള്ള ഒരുപാട് കലാകാരികളുണ്ട്. പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ഒരുപാട് പേര്. എടുത്തു പറയേണ്ടത് രമ്യ നമ്പീശനുണ്ട്, മൃദുല മുരളിയുണ്ട്, അർച്ചിതയുണ്ട്. അങ്ങനെ എന്താ പറയുക, ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇതിൽ പഠിച്ചു പോയിട്ടുള്ള ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ആസ്ഥയിലൂടെ, ഈ ഹംസധ്വനിയിലൂടെ സ്റ്റേജിൽ കയറുന്ന ഒരുപാട് കലാകാരികളുമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു എന്താ പറയുക, മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു കോളേജിന് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥിനികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു സമ്മാനം നമ്മൾ ഹംസധ്വനിയിലൂടെ സെൻറ്റ് തെരേസസ് കോളേജിൻ്റെ സെൻറ്റിനറിക്ക് വേണ്ടി ഞങ്ങൾ സമ്മാനിക്കുകയാണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ റിഹേഴ്സൽ പ്രാക്ടീസസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1 മാസത്തോളമായിട്ട് ഇതിൻ്റെ പിന്നിലും മുന്നിലുമൊക്കെ ആയിട്ട് എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഷോ ഡയറക്ടർ എന്ന് പറയുന്നത് സജീനയാണ്. സജീന എനിക്ക് തോന്നുന്നു ഒരുപാട് പ്ലേസ് ഒക്കെ ചെയ്തിട്ടുള്ള, ഘാനയിലുമൊക്കെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് സുമ വർമ്മയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ പ്രാക്ടീസ് നടക്കുന്നത് ഞങ്ങളുടെ പ്ലാറ്റിനം ജൂബിലി ഓഡിറ്റോറിയമാണ്. ഞങ്ങൾക്ക് എലിസിയം എന്നാണ് ഞങ്ങൾ പറയുക. എലിസിയത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രാവശ്യം പ്രോഗ്രാമുകൾ ചെയ്യാനും ഗസ്റ്റായിട്ടും അല്ലാതെയും ഞങ്ങളുടെ കച്ചേരി അരങ്ങേറ്റത്തിന് നമ്മളുടെ വ്ളോഗിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാക്ക് ടു കോളേജ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ MA സ്റ്റുഡൻസിൻ്റെ അരങ്ങേറ്റത്തിലാണ്. അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം നമുക്ക് ഇന്ന് കാണാം. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം ഹംസധ്വനിക്ക് വേണ്ടി. ഓക്കെ, കാണാം. അപ്പോ ഹംസധ്വനിയുടെ മെയിൻ നായികയാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും. അങ്ങനെയല്ല, പറയുമ്പം അങ്ങനെ പറയണമല്ലോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സീൻസിൽ വരുന്ന ഒരു ആളാണ്. ഞാനൊക്കെ ഗസ്റ്റ് ആയിട്ട് വന്നു. ചേച്ചിക്ക് ആക്ച്വലി ഡേറ്റ്സ് ഇല്ലാത്തതുകൊണ്ട്, സമയം ഇല്ലാത്തത് കൊണ്ടാണ്. സത്യമല്ലേ? ചേച്ചി എന്നെ പറഞ്ഞത് എന്നെ അല്ല, ഞാൻ സത്യം പറഞ്ഞ പാസിംഗ് ഷോട്ട് മതി. അത്രയും എനിക്ക് തോന്നുന്നു ഈ ഹോൾ ഗ്രൂപ്പിൽ ഏറ്റവും ബിസി ആയിട്ടുള്ള നോട്ട് ജോക്കിംഗ്. പിന്നെ അതായത് ഇതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്നറിയാമോ, ഞങ്ങള് ഭരതനാട്യം ഡിപ്പാർട്ട്മെന്റ് ഒന്നിച്ച് പഠിച്ച ഭരതനാട്യം ക്ലാസ്മേറ്റ്സ് ആണ്. വയസ്സുകൊണ്ടല്ലെങ്കിലും കുട്ടി ഒത്തിരി ജൂനിയർ ആട്ടോ. പക്ഷെ ഞാനൊരു PG കഴിഞ്ഞിട്ടാണ് വീണ്ടും പഠിക്കാൻ വന്നത്. എങ്ങനെയുണ്ട് ഈ ഹംസധ്വനി, അതൊന്ന് പറയും. നമ്മൾ തന്നെ എങ്ങനെ അങ്ങോട്ട് പറയും. പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ചേച്ചിയാണെങ്കിൽ നമ്മളൊക്കെ കുറെ വർഷമായി കണ്ടിട്ട്. പക്ഷെ കാണുമ്പോൾ പണ്ടത്തെ സ്നേഹവും അതേ ആ ഒരു വൈബിലും, ചേച്ചിയാണെങ്കിൽ എനർജി ബോംബാണ് ശരിക്കും പറഞ്ഞാൽ. ചെറിയൊരു ക്യാരക്ടറിൽ വരുന്നു എന്ന് പറയണു. സത്യം പറഞ്ഞാൽ ക്യാമറയ്ക്ക് വേണ്ടി പറയണല്ല, അത്രയും ഒരു സ്റ്റേജ് പ്രസൻസ് ഉണ്ട് ചേച്ചിയുടെ ആ ഒരു വേഷത്തിന്. ദാറ്റ്സ് ആക്ച്വലി ഹൗ ആൻ ആക്ടർ ഷുഡ് ബി. ആൻഡ് നമുക്ക് ഹംസധ്വനിയെ കുറിച്ച് പറയണത് നമ്മുടെ കോളേജിന് ഒരു സത്യം തീർച്ചയായിട്ടും ഞാനത് പറയുമായിരുന്നു. നമുക്ക് എന്താ പറയുക, നമ്മൾ പറയില്ലേ ഈ ഗെറ്റ് ടുഗദർ ഒക്കെ വരുന്ന റിഹേഴ്സൽസ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ടുഗദർ, കുറെ ഭക്ഷണം കഴിക്കാം, ഭയങ്കര ഫൺ. ഇതൊരു ഭയങ്കര ചെറിയൊരു എഫേർട്ടിൽ 50ഓളം ആർട്ടിസ്റ്റുകൾ ഒരുങ്ങുന്ന ഒരു പരിപാടി കൂടിയാണ്. അപ്പൊ ഇതിന്റെ ശരിക്കും എഫേർട്ട് എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇവിടെ ചിരിച്ചു വെച്ച് കിടക്കുന്നെങ്കിൽ ഇതിന്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഭയങ്കര എഫേർട്ട്. സത്യമായിട്ട് അത്രയും പേരെ കോർഡിനേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കോളേജിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു
ഒരു ആർട്ടും കൂടി ആകും. നമ്മൾ അത്രയും ഡെഡിക്കേഷനോട് കൂടി അത്രയും നമ്മുടെ മനസ്സനുസരിച്ച് അർപ്പിച്ചാൽ മാത്രമാണ് അത്രയും ഭംഗിയായിട്ട് വരും. ഇത് തുടങ്ങിയപ്പോ വിചാരിച്ചിരുന്നു എത്ര സീരിയസ് ആവും? സത്യമായിട്ടില്ല, ഞാൻ ഇന്നും ഞങ്ങൾ ചേച്ചിയുടെ ചേച്ചി ഇത് വന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് തോന്നണം. ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ടിക്കറ്റോ അതുപോലെ ഇപ്പൊ ഷോയിന്റെ പ്രൊമോ ഒക്കെ വന്നു തുടങ്ങിയപ്പോഴേക്കും ആൾക്കാർ ലൈക് ലുക്കിംഗ് ഫോർവേഡ്, എല്ലാവർക്കും ഇത് കാണണം, എന്താണ് ഈ സംഭവം, വി വാണ്ട് ടു കം ആൻഡ് വാച്ച് എന്നൊക്കെ രീതിയിൽ പറയുമ്പോഴേ നമ്മൾക്ക് ഒരു സിനിമ റിലീസ് ആവുന്നതിന് ടെൻഷനുണ്ട്. സത്യമുണ്ട്. പിന്നെ നമ്മുടെ ടീച്ചേഴ്സും നമ്മളെ പഠിപ്പിച്ചവരൊക്കെ വന്നത് വിറ്റ്നസ് ചെയ്യാൻ പോവാണ്. അവരെ കൊണ്ട് ചീത്ത പറയിപ്പിക്കരുത്. കുറെ ചീത്തപ്പണ്ട് കേട്ടിട്ടുണ്ട്, അതിനെ കേൾക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അപ്പൊ നിങ്ങളും നമ്മളുടെ ഈ ഷോ കണ്ട് നമ്മളെ എൻകറേജ് ചെയ്യണം അല്ലേ? ഞങ്ങളുടെ 100% ഞങ്ങൾ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഞങ്ങൾ ഒത്തിരി എനിക്ക് തോന്നുന്നു എല്ലാവരും ഇതിന്റെ കലയെ സ്നേഹിക്കുന്ന നമ്മുടെ കോളേജിനോടുള്ള ഒരു ഇഷ്ടവും ആ ഒരു യൂണിയനൊക്കെ ആഗ്രഹിക്കുന്ന സത്യം ജസ്റ്റ് ഫോർ ദെയർ എന്താ അവരുടെ മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടി വന്ന ആൾക്കാരാണ്. എന്നിട്ട് എല്ലാവരും ഇത് പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റും അങ്ങനെയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഹോപ്പ്ഫുള്ളി the best will come out. അതെ. അങ്ങനെ ഈ സ്വാൻ ലേക്കിന്റെ ഹംസധ്വനിയുടെ ഹംസത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. എളിമ കണ്ടോ ഈശ്വര, ഹംസമാണ് കുട്ടിയാണ് ഇതിനെ സ്വാൻ എന്ന് പറയുന്നത്. ചിറകൊന്നും ഇല്ലെങ്കിലും എല്ലാം വരും കേട്ടോ. എങ്ങനെയുണ്ട് ഹംസധ്വനിയിൽ വന്നിട്ട്? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഡാൻസ് ഡ്രാമ പ്രൊഡക്ഷൻ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ പിന്നെ അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റ് എല്ലാം ഉണ്ട്. ചെയ്തു തുടങ്ങിയപ്പോ എങ്ങനെ തോന്നി? ഇത് നമുക്ക് എന്താ പറയാ, നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു ജോണർ ഒരു പെർഫോമൻസ് ചെയ്യുമ്പം എന്തൊക്കെയായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നോ? അത് എങ്ങനെ വരും എന്നറിയാമായിരുന്നു? അല്ല, ജോണർ നമ്മള് പരിചയമുള്ളതാ. പക്ഷെ ഇത്രയും കൂടുതൽ ഈ ഒറ്റയ്ക്ക് കളിച്ചിട്ട് എങ്ങനെ എവിടെ തെറ്റിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആക്കാം. പക്ഷെ ഇത് നമ്മൾ അത്രയും കോർഡിനേറ്റ് ചെയ്ത്, പിന്നെ ഇതൊരു ഡാൻസ് ഡ്രാമ പ്രൊഡക്ഷൻ, സീൻ ബൈ സീൻ ഇത് പോകുന്നതും എല്ലാം ആവുന്നത് കാരണം അതൊരു പ്രത്യേകം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, അടിപൊളി. എന്താണ് നമ്മളെ കാണാൻ വരുന്ന ആൾക്കാരോട് പറയാനുള്ളത്? എല്ലാവരും വരുന്ന ഇറ്റ് വിൽ ബി എ വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ആൻഡ് ഇത് നമുക്ക് ഓൾദ മോർ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പണ്ട് കളിച്ച അതേ സ്റ്റേജില് അതേ പ്രിൻസിപ്പൽ ടീച്ചേഴ്സിന്റെ ഒക്കെ മുന്നിലെല്ലാം ഉള്ളപ്പോ അതിന്റെ ഒരു എക്സ്ട്രാ ഫീലിംഗ് കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വരണം. പിന്നെ മൃദുവിനെ പറ്റി എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ അപ്പാർട്ട് ഫ്രം ഓൾ ദ ഈ ഫിൽമി ചംചമാസ് ഒന്നുമില്ലാതെ എനിക്ക് മൃദുവിനെ എനിക്ക് അറിയാം, മൃദുവിന്റെ അനിയനെ അറിയാം, മിഥുനെ അറിയാം. ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു ആക്ച്വലി once upon a time. അന്ന് കുഞ്ഞായിരുന്നു, ഭയങ്കര വികൃതിയായിരുന്നു. അതിനുശേഷം ഓൺ സ്റ്റേജ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ്. അപ്പം ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻസും ഉണ്ട്. ഞാൻ ആകെ 2 സീനിലേ വരുന്നുള്ളൂ, പക്ഷെ ആ ഒരു സീനിൽ ഞങ്ങളുടെ കോമ്പിനേഷൻ ആണ്. സോ റിയലി എൻജോയിങ്. എന്താ പറയാ, നമ്മൾ പറയില്ലേ, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോടത്ത് വീണ്ടും നമ്മൾ ഏത് തരത്തിലും ഒന്നിക്കുമ്പോഴും നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. ആ സന്തോഷം ഞങ്ങൾ ഹംസധ്വനിയിലൂടെ ഷെയർ ചെയ്യുന്നു. സന്തോഷം കാണാൻ നിങ്ങൾ എല്ലാവരും വരണം. അതാണ്. നമ്മള് സിനിമയിലൂടെ കണ്ടിട്ടുണ്ട്. പൂമരം എന്ന സിനിമയിലെ നായിക, വൺ ഓഫ് ദ നായികയാണ്. പിന്നെ എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഒരു അധ്യാപന ജീവിതത്തിൽ, കാരണം ഞാൻ സെന്റ് തെരേസസിൽ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ആദ്യം അസൈൻ ചെയ്തത് MG യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന്റെ കുട്ടികളുടെ കൂടെ പോകാനായിരുന്നു. ആ സമയത്ത് ഞാൻ അർച്ചിതയുടെ കൂടെയായിരുന്നു പോയിരുന്നത്. ആ വർഷം കലാതിലകമായിരുന്നു. അതുകൊണ്ട് ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് സിനിമയിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് സ്റ്റേജ് ചെയ്യുന്ന ഒരു പക്ഷേ ഹംസധ്വനിയിൽ ആദ്യമായിട്ടാണ്. അതിന്റെ ഒരു വലിയ സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് ഹംസധ്വനി? ഹംസധ്വനി ഭയങ്കര ത്രില്ഡ്, കാരണം ഞങ്ങളുടെ സീനിയേഴ്സ്, സൂപ്പർ സീനിയേഴ്സ് എന്നും പറയാൻ പറ്റില്ല. നമ്മുടെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കോളേജിൽ ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാര്, പിന്നെ എല്ലാവരുമായിട്ട് നമുക്ക് ഒന്നുകൂടി ഒരു സ്റ്റേജ് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞത് ഭയങ്കര എന്താ പറയാ, ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് എന്ന് പറയില്ല നമ്മൾ, അതുപോലെ തീർച്ചയായിട്ടും ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം നമ്മള് ഏതൊരു പ്രോഗ്രാം ഒന്ന് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു സ്റ്റേജ് ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഞങ്ങൾ തുടക്കമാവട്ടെ.
അതാണ് ഇത് ഞാൻ നമ്മുടെ ഡയറക്ടറുടെ സജീന അടുത്ത് പറയായിരുന്നു, മാമിൻ്റെ അടുത്ത് പറയായിരുന്നു, ഇനി ഞങ്ങളുടെ ബുക്കിങ്ങുകളൊക്കെ ഇനി സ്വീകരിക്കുന്നത് ഞങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല എബ്രോഡും ഒക്കെ വരാൻ റെഡിയാണ്. ആക്ച്വലി എനിക്കിത് ഞാൻ ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് ഇതാ. നമ്മൾ ക്ലാസിക്കൽ ഡാൻസേഴ്സ് എപ്പോഴും ഒരു പാറ്റേൺ ഓഫ് ഇതിലല്ലേ പ്രോഗ്രാംസ് ആണ് ചെയ്യുന്നത്. ഇത് എനിക്ക് ആക്ച്വലി കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട്, കാരണം ഇങ്ങനെ ഒരു അഡാപ്റ്റേഷൻ, ഇന്ത്യൻ അഡാപ്റ്റേഷൻ ഓൺലൈക്ക് ഒരു, അപ്പൊ അതിന്റെ ഒരു ഡിഫറെന്റ് ഒരു സാധനം എക്സ്പെരിമെന്റ് ചെയ്യുന്ന എപ്പോഴും ഡാൻസേഴ്സിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ എക്സൈറ്റ്മെന്റ് നമുക്ക് ഹംസധ്വനിയിൽ കാണാം. അങ്ങനെ ഹംസധ്വനി ഓൾമോസ്റ്റ് ഞങ്ങൾ റൺ ത്രൂ റിഹേഴ്സൽസ് വരെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളും വളരെയധികം എക്സൈറ്റഡ് ആണ് 11th വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ ഡയറക്ടർ സജീന മാം. എന്താ പറയുക, റൺ ത്രൂ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോഴും ഓരോ സീൻ ബൈ സീനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഫ്രോം സീൻ 1 to scene 7 വന്നപ്പം ഇറ്റ്സ് ലൈക്ക് വാവ്, പോയറ്റിക്, ഒരു എന്താ പറയുക, ഒരു ഫ്ലോയി തിങ് ആയിരുന്നു. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ഹംസധ്വനി? ഹംസധ്വനി എൻ്റെ ഒരു ബേബിയാണ്. സോ ടുഡേ ഇറ്റ് വാസ് ലൈക്ക് ബേബി കമ്മിങ് ലൈവ്. അതിന്റെ പാഷൻ എന്താണെന്ന് പറയണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇറ്റ് ഈസ് ജസ്റ്റ് മിയർ ലവ് ആൻഡ് പാഷൻ ദാറ്റ് ഹാസ് ഡ്രിവൺ മീ ഹിയർ. തീർച്ചയായിട്ടും നമ്മളിവിടെ സ്റ്റേജിൽ വന്ന് ഓരോരുത്തർക്കും അങ്ങനെ തന്നെയാണ്. ബിക്കോസ് സ്പോർട്സ് എല്ലാവരെയും യുണൈറ്റ് ചെയ്ത് ഈ സ്റ്റേജിൽ എത്തിയിരിക്കുന്നത് ലവ് ഫോർ ആർട്ട് ആൻഡ് പാഷൻ, ആൻഡ് എസ്പെഷ്യലി കോളേജിനോടുള്ള ഒരു ഭയങ്കരമായ ഇഷ്ടം. അതിന് ഞാൻ പറയുന്നു, ഐ എം നോട്ട് ഫ്രം ദിസ് കോളേജ്, ബട്ട് ഐ ഫെൽറ്റ് സോ വെൽക്കം. നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് തന്നെ തോന്നുന്നു. That is the best feeling that I have had. ഞങ്ങളെയൊക്കെ ട്രെയിൻ ചെയ്തപ്പം ഞങ്ങൾ നല്ല കുട്ടികളായിരുന്നോ, നല്ല അടി കൊടുക്കേണ്ട കുട്ടികളായിരുന്നു? അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ. ഇടയ്ക്ക് ഞങ്ങൾ വഴക്കൊക്കെ പറയും, ഞങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് തരും. ഇപ്പം നമ്മൾ എന്താ സ്റ്റേജിൽ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് കാണുന്ന ആൾക്കാരാകുമ്പോഴത്തേക്കും സ്റ്റേജിൽ നിന്ന് വർത്താനമൊക്കെ പറയും, എന്തൊക്കെയുണ്ട് എന്നൊക്കെ, നോ ടോക്കിംഗ്, നല്ല വടി എടുക്കും എന്നൊക്കെ പറയും. ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഇത്രയും ട്രെയിൻഡ് ഡാൻസേഴ്സ് കുറേ പേരുണ്ട്, കുറേ നോൺ ഡാൻസേഴ്സ് ഉണ്ട്. ഹൗ വാസ് ഇറ്റ്? ഈസി ആയിരുന്നു? A family get together, that was it, and all of them have treated me as family. അത് ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഒരുപാട് പ്ലേസ് ഇവിടെയും നാട്ടിലും എബ്രോഡും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ. യു ആർ സോ ജനറസ്, ഡൗൺ ടു എർത്ത്. കാരണം ഇത്രയും നന്നായിട്ട് നമ്മളെയും ട്രീറ്റ് ചെയ്ത്. ബിക്കോസ് നമുക്കൊരു ഒരു ഡയറക്ടറാണ്, നമ്മൾ എന്തെങ്കിലും സജഷൻ ചോദിച്ചാലും ഷീ വാസ് സോ വെൽക്കമിങ്. അങ്ങനെ ചെയ്തോട്ടെ, ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, അങ്ങനെ പൊയ്ക്കോട്ടെ. അപ്പം നമ്മളുടെയും ഒരു ഗിവ് ആൻഡ് ടേക്ക്. യു ആർ സോ വെൽക്കമിങ്, സോ ലവ്ലി. താങ്ക് യു ഫോർ ബീങ് സച്ച് എ സ്വീറ്റ് ഹാർട്ട്. Thank you. നമ്മൾ ചില സിനിമകളിലൊക്കെ കാണില്ലേ, പെൺകുട്ടികളുടെ കോളേജിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ആൺകുട്ടി പഠിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അതുപോലെയാണ് ഹംസധ്വനിയിൽ സത്യയുടെ റോൾ. ആക്ച്വലി സത്യ നമ്മുടെ പ്രിൻസ് ആണ് ഹംസധ്വനിയിലെ. സോ റിയലി ഹാപ്പി ടു ഹാവ് യു, ബിക്കോസ് വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. എനിക്ക് തോന്നുന്നു സത്യയുടെ ഒരു ജോണർ ഒന്നും അല്ല നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. ക്ലാസിക്കൽ കളിക്കുന്നുണ്ട്, മോഹിനിയാട്ടം കളിക്കുന്നുണ്ട്, കണ്ടംപററി കളിക്കുന്നുണ്ട്, കളരിയുണ്ട്. സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഇൻ ഹംസധ്വനി? First of all, Jechi, it's an honor to be performing with you. I'm humble. Oh, you please. And it's such a fantastic event show right now. There is so much. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മൾ പലതും ചെയ്യണം. എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. അത് എല്ലാവരും കൂടെ, അതും പെർഫെക്റ്റ് ഗ്രൂപ്പ് as well. നമ്മുടെ കാസ്റ്റ് is fantastic. It is a fantastic cast. So everybody helps everybody. We all helped each other. Correct. Built it up from scratch, and it's So what do you expect from ഹംസധ്വനി? നമ്മുടെ ഓഡിയൻസിനോട് എന്താണ് പറയേണ്ടത്? What should they expect? It's a romantic dance drama with a lot of spice in it and a lot of excitement in it. Yes, you should come and watch. You know, like it's you should not miss it, because it's a fantastic opportunity. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും വന്ന് നമ്മുടെ ഈ ഹംസധ്വനി കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കാം.
ഹംസധ്വനിയിലെ ഈ നമ്മൾ നല്ലതും ചീത്തതും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതിന്റെ വില മനസ്സിലാവുന്നു നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ല, അതാണ് വാസ്തവം. അപ്പൊ നമ്മൾ ചില ഇപ്പൊ സിനിമയിൽ എടുത്താലും വില്ലൻ നന്നായാലേ ഹീറോയ്ക്ക് വിലയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞങ്ങള് ഒരു സൈഡിലുള്ള ആൾക്കാരാണ്. പറ്റും ശപിക്കാൻ ഏതൊക്കെ രീതിയിൽ ശപിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ശാപമായിട്ടാണ് ഹംസധ്വനിയിൽ എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഹംസധ്വനി എക്സ്പീരിയൻസ് പറയും? ഓ ബ്യൂട്ടിഫുൾ. കാര്യം ഒന്നാമത് എനിക്ക് തോന്നുന്നു കൊച്ചിയില് കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ഡാൻസ് ഡ്രാമ പ്രൊഡക്ഷൻ, അതായത് തിയേറ്ററിനും ഡാൻസിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവം എനിക്ക് തോന്നുന്നത്. സുശീലയെ പറ്റി പറയുകയാണെങ്കിൽ ഷീസ് എ വണ്ടർഫുൾ കഥക് ഡാൻസർ. എനിക്ക് തോന്നുന്നു ഇവിടെ അക്കാഡമിക് ആയിട്ട് കഥക് ആദ്യം എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു ഗുരുവും കൂടെയാണ്. താങ്ക് യു ഫോർ സച്ച് ആൻ ഇനിഷ്യേറ്റീവ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ കഥക്കിനോട് അട്രാക്റ്റഡ് ആയി വരുന്നുണ്ട്. പണ്ടൊന്നും നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഡാൻസ് ഫോമിനോട് എക്സ്പോസ്ഡ് അല്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ കൊച്ചിയിലെ ഒരു കഥക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ തുടങ്ങി ഇപ്പൊ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഒരുപാട് ശിഷ്യഗണങ്ങളെയൊക്കെ വാർത്തെടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഗുരുവും കൂടെയാണ്. അപ്പം ഈ ഒരു പ്രൊഡക്ഷനിൽ വന്നപ്പോൾ നമ്മൾ കഥകൊന്നും അല്ല എന്തൊക്കെയോ ചെയ്യും. കൂടുതലും മനോധർമ്മമാണ്. പിന്നെ നമുക്ക് ഡയറക്ടർ പറഞ്ഞു തരുന്ന പോലെയുള്ള ആ ക്യാരക്ടറിനെ നമ്മൾ ഭംഗിയിൽ അവതരിപ്പിക്കാൻ നമ്മുടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് വർക്കിംഗ് വിത്ത് ആർട്ടിസ്റ്റ് ലൈക്ക് യു വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ദേവി മാത്രമല്ല, കൂടെയുള്ള എല്ലാ ടീമും ഓരോരുത്തരും ഞാൻ പറയുന്നത് ക്രീം, ഫൈൻ ക്രീം നമുക്ക് കിട്ടിയത്. വെരി പോസിറ്റീവ്, വെരി പോസിറ്റീവ്. എല്ലാവരും നമ്മുടെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ്. അതെ, കഥാപാത്രം ചെയ്യുമ്പോൾ മാത്രം നെഗറ്റീവ് അല്ലെങ്കിൽ വൻ പോസിറ്റീവ്. അതെ. അപ്പൊ താങ്ക് യു. ലുക്കിംഗ് ഫോർവേഡ് നമ്മൾ ഹംസധ്വനിയിലൂടെ നേരിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഈ ഹംസധ്വനിയുടെ ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ എത്തുമ്പോൾ ഇതിന്റെ എല്ലാമായ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു സജീന കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിലെ എഫേർട്ട് ശരിക്കും എന്താ പറയുക, കൊറിയോഗ്രാഫിയുടെ ഏരിയ ആയാലും എല്ലാം അല്ലേ, കാസ്റ്റിങ്ങിൻ്റെ ഏരിയ ആയാലും എല്ലാം സുമാജിയാണ് ഇതിന് എല്ലാ എഫേർട്ടും എടുത്തത്. അപ്പം എങ്ങനെ ഇപ്പം ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മളൊരു റൺ ത്രൂ കഴിഞ്ഞ് നിൽക്കുക, ആർ യു ഹാപ്പി? ശരിക്കും ഹാപ്പിയാണ്. റൺ ത്രൂ കഴിയണത് വരെ നമുക്കൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു, എങ്ങനെ റൺ ത്രൂ ആയില്ലല്ലോ. ശരിയാണ്, റൺ ത്രൂ വരുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ആരും കുട്ടികളല്ല, എല്ലാവരും ഡാൻസ് ചെയ്യണ ആൾക്കാരാണ്. ആ ക്യൂ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങനെ വന്ന് വീണോളും എന്നറിയായിരുന്നു. എന്നാൽ അത് കഴിയുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ. ഇപ്പൊ സജീന പറഞ്ഞ പോലെ ഒരു കുട്ടി ഇങ്ങനെ വയറ്റിലുണ്ടായിരുന്നു, ഇപ്പൊ അത് പുറത്തേക്ക് വന്നു ഒരു അതെ അതെ. ഇപ്പോഴാണ് പുറത്ത് വന്ന് കണ്ണും മൂക്കൊക്കെ ശരിയാണ്, പൊസിഷനിലെല്ലാം ഇരിക്കുന്നുണ്ട്, സമാധാനം. എങ്ങനെ ഇതിങ്ങനെ പിക്ക് ചെയ്തത്? ഇന്ന ക്യാരക്ടർ ഇന്ന വേണം, ഇന്ന ആള് വേണം, അങ്ങനെ എങ്ങനെയായിരുന്നു ഒരു ചോയ്സ്? അത് ഇതിന് പല ഭാഗങ്ങളുണ്ടായിരുന്നു. നമ്മളിത് ഇതിനെക്കുറിച്ച് ഹംസധ്വനി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ പല തരത്തിലുള്ള ഡാൻസേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ നമ്മള് കോളേജിൽ നിന്ന് പോയിട്ട് ഡാൻസേ വിട്ട കുറെ ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1987 ബാച്ചാണ് ഞങ്ങളൊക്കെ. അപ്പൊ അന്നൊക്കെ കല്യാണം കഴിഞ്ഞു, കുടുംബിനിയായി, പിന്നെ ഇപ്പൊ ഡാൻസ് ഒന്നും കളിക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ കുറെ പേരുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാൻ പാകത്തിനുള്ളൊരു സാധനം വേണം, ആസ്ഥയുടെ ഉപഹാരം എന്നുള്ളതിലാണ് ഈ ഹംസധ്വനിയുടെ പ്രസക്തി. അതാണ്. അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു അഷ്ടലക്ഷ്മി, ദശാവതാരം, ഒരു ജുഗൽബന്ദി, അതൊക്കെയാണെങ്കിൽ അന്ന് തൊട്ട് ഇന്ന് വരെയും കളിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണപ്പെട്ട ചിലർക്ക് കളിക്കാം. ഇത് അങ്ങനെയല്ല, 45-50 ക്രൂ പേരെ ഒന്നിച്ചു കൊണ്ടുവരിക. അപ്പൊ അതൊരു എന്താ പറയാ ചലഞ്ച്, രസമാണ്. അപ്പൊ ഇപ്പൊ ഇനി ഞങ്ങളിപ്പോ ആലോചിക്കായിരുന്നു 11-ാം തീയതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വലിയ സങ്കടം കേട്ടോ. കാരണം ഞങ്ങളെല്ലാവർക്കും ഒരു ശരിക്കും ഒരു എക്സ്കർഷന് പോകുന്ന നമ്മളൊരു അത് ബീനയുടെ ഒരു കഴിവാണ്. നമ്മുടെ ഭരതനാട്യത്തിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിലെ ബീന ഡാൻസ് ചെയ്യാനും മാനസികമായി യോജിച്ചു പോകുന്നതും ആയിട്ടുള്ള 45 പേരെയാണ്. അത് ഇപ്പൊ എനിക്ക് ഇതിനു മുമ്പ് ദേവി അറിയില്ലല്ലോ. അതേപോലെ തന്നെ രമ്യ അറിയില്ല, അർച്ചിത അറിയില്ല. നമുക്കിവിടെ ഒരു കുടുംബം വന്നു. കറക്റ്റ്. അതേപോലെ മനസ്സുള്ള ഡാൻസ് ചെയ്യണമെന്ന് മാത്രം മോഹമുള്ള കുറെ മനുഷ്യര്. അത് കഴിഞ്ഞ അങ്ങനെ അതേ ഉള്ളൂ, നമ്മുടെ മോഹം അതേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ഹംസധ്വനി അടുത്ത ഏത് സ്റ്റേജിൽ കളിക്കണം? അതാണ് ഇപ്പൊ ഞങ്ങൾ നമുക്കിനി എല്ലായിടത്തും കളിക്കണം. അതാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സുമാജിയെ വിളിച്ചാൽ മതി കേട്ടോ, റെഡിയാണ്. താങ്ക് യു ഫോർ സച്ച് എ സ്വീറ്റ് ആൾ കേട്ടോ. സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷം. എനിക്ക് നമ്മൾ ഒരുപാട് ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ദിസ് വാസ് ടോട്ടലി വേറെ ഒരു ഡിഫറെന്റ് നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു ഇതാണ്. ഞാൻ എപ്പോഴും പറയും കുറച്ചേ ഉള്ളെങ്കിലും പക്ഷെ അതില് നമുക്ക്
നമ്മളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നു. അല്ല എല്ലാവർക്കും അങ്ങനെ നോക്കിയാൽ കുറച്ചേ ഉള്ളൂ. അതെ അതെ, ആ കാര്യമായിട്ട് ഇപ്പൊ ചെയ്യും ഏറ്റവും കൂടുതൽ സ്വാൻസിനാ 357 അങ്ങനെ ബാക്കി എല്ലാരും 2 സീന് അപ്പുറത്ത് 2 സീന് സീന് എക്സെപ്റ്റ് ലൈക്ക് ഫ്യൂ പീപ്പിൾ. പക്ഷെ എല്ലാരും അത് ഹോൾ ഹാർട്ടഡ് ആയിട്ട് കളിച്ച് അതിന്റെ ആ ഒരു ഹാപ്പിനെസ് ഒന്ന്. അപ്പൊ ഇതൊരു വലിയ സക്സസ് ആകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ലുക്കിംഗ് ഫോർവേഡ്. എല്ലാവരും വരിക. അതെ, എല്ലാവരും വരിക. നമ്മൾ ടിക്കറ്റ്സ് ഓൺലൈൻ അവൈലബിൾ ആണ്. നമ്മൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം കൊടുക്കാം. പ്ലീസ് ഡു കം ആൻഡ് ബ്ലെസ് us. താങ്ക് യു. മേക്ക് ഇറ്റ് എ ബിഗ് സക്സസ്.